ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു സൺഡേ ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അതിന് മുമ്പ് എൻ്റെ ഈ ഡ്രസ്സ് നല്ല ലൂസ് ഉണ്ട് കേട്ടോ. കല്യാണത്തിൻ്റെ ടൈമിൽ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, ഓൾട്രേഷൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതെന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു പ്രൈമർ അപ്ലൈ ചെയ്തു. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ പ്രൈമർ മസ്റ്റാണ്. പ്രൈമർ ഇല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, നല്ല രീതിയിൽ പാച്ചസ് വന്ന് നല്ല രീതിയിൽ വൃത്തികേടാവും എൻ്റെ ഫേസ്. അപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്തു. അതിന് ശേഷം ഭയങ്കര മൈന്യൂട്ട് മേക്കപ്പാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യൂ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫിറ്റ് മീ 128 ഇന്നത്തെയും എൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷനാണ് കേട്ടോ. അത് ഒത്തിരി നമ്മൾ സൺഡേ മേക്കപ്പ് ആയതുകൊണ്ട് നമ്മൾ അധികം ഓവറാക്കുന്നില്ല. അത് മൈന്യൂട്ടായിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് ഒരു ഇച്ചിരി എടുക്കുന്നുള്ളൂ. അത് നല്ല രീതിയിൽ ബ്രഷ് വെച്ചിട്ട് എല്ലാവരും അപ്ലൈ ചെയ്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് എല്ലാവരും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സിമ്പിളായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊരു ബ്ലഷാണ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അത് ബ്ലഷ് ഇട്ടതിന് ശേഷം ബ്രഷ് വെച്ച് തന്നെ നല്ല രീതിയിൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്നൊരു സൺഡേ ലുക്ക് ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ പോകുന്നൊരു ലുക്കാണ് കേട്ടോ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നത്തെയും ഞാൻ ഓവറാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളാണ്, എല്ലാം സിമ്പിളാണ്. ഇത് വൈബയുടെ എന്നത്തെയും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐലൈനറാണ് കേട്ടോ. ഭയങ്കര വാട്ടർ പ്രൂഫാണ്, നല്ല കിഡിലൊരു ഐലൈനറാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ ഐലൈനർ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫിറ്റ്മിയുടെ ഒരു സ്പ്രേ ആണ്, അതായത് മേക്കപ്പ് ഫിക്സറാണ്. ഇത് മസ്റ്റാണ്. നിങ്ങളുടെ കയ്യിലൊരു മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളുടെ വേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ഫിക്സിങ് സ്പ്രേ. അത് കഴിഞ്ഞിട്ടൊരു ഡാർക്ക് ലിപ്സ് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ലിപ് ഷെയ്ഡും കൂടിയിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടൊരു ലൈറ്റ് ഒരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഓവറാവാൻ പറ്റില്ല നമ്മുടെ ലിപ്സ്റ്റിക്ക്. അതുകൊണ്ട് തന്നെ സിമ്പിൾ വേണ്ടോ, നല്ലൊരു ലൈറ്റ് ടു ഡാർക്കർ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ ചെയ്തേക്കുന്നത്. കഴിഞ്ഞു കേട്ടോ, ഇത്രയ്ക്കുള്ള നമ്മുടെ മേക്കപ്പ്. അടുത്തത് നമ്മുടെ മുടിക്കെട്ടലാണ്. അപ്പോൾ എൻ്റെ മുടിക്കെട്ടിൽ എന്നത്തെയും പോലെ നിങ്ങൾക്കറിയാമല്ലോ, പോണിറ്റൈലായിരിക്കും. എന്താണെന്നറിയില്ല, പോണിറ്റൈൽ തന്നെ വരുന്നുള്ളൂ. വേറെ ഞാൻ ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഈ കാട് പിടിച്ച് ഈ മുടി വേറെ എന്ത് ടൈപ്പിൽ കെട്ടുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു അന്തമൊന്നും കിട്ടിയിട്ടില്ല. അവസാനം ഞാൻ പോണിറ്റൈൽ നല്ലൊരു വലിയൊരു ബണ്ണൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ഒരു ഇയറിങ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത്തിരി കൂടി വലിയൊരു ഇയറിങ് ഇടാമെന്ന് വിചാരിച്ച് ഈ ഒരു ഇയറിങ് ഇട്ടു കേട്ടോ. ഇതിപ്പോൾ തന്നെ ഒരു ഫേവറേറ്റ് ഇയറിങ് ആണ്, നല്ല രസമുണ്ടല്ലോ ചുരിദാറിൻ്റെ കൂടെ ഒരു ഇയറിങ്. അടുത്തത് നമ്മുടെ സ്പ്രേ ആണ്. ഇത് മറിയത്തിൻ്റെ സ്പ്രേ ആണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ്, ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സ്പ്രേ ആണ് കേട്ടോ. നല്ല സ്മെല്ലാണ്, നല്ലൊരു എലഗൻറ്റ് സ്മെല്ലാണ് അതിന് വരുന്നത്. അപ്പോൾ പള്ളിയിൽ പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഈ ഷാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഷാൾ ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു മേക്കപ്പ് ലുക്ക് നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ഇതുപോലത്തെ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.